ഗൾഫിൻ്റെ വേറിട്ട വാർത്തകളും കൗതുകങ്ങളുമായി വീക്കെൻഡ് അറേബ്യ വീണ്ടും. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുവൈത്തിൻ്റെ പ്രിയപ്പെട്ട അമീർ ഷെയ്ഖ് നവാഫ് വിടവാങ്ങിയിരിക്കുന്നു. ഇത് സ്വദേശികളുടെ മാത്രം നഷ്ടമല്ല, നേരെ മറിച്ച് മലയാളികൾ ഉൾപ്പെടെ പ്രവാസികൾക്കും ഏറെ പ്രിയങ്കരനായിരുന്നു വിടവാങ്ങിയ അമീർ. അദ്ദേഹത്തെ പരിചരിച്ച ചില മലയാളികളുണ്ട്. അവർക്ക് വ്യക്തിപരമായ വലിയ നഷ്ടം കൂടിയാണ് ഈ വിടവാങ്ങൽ. أقسم بالله العظيم أن أحترم الدستور وقوانين الدولة وأدود عن حريات الشعب. ചില വേർപാടുകൾ അങ്ങനെയാണ്. വിങ്ങുന്ന വിലാപവും തുടർന്നുള്ള വലിയ ശൂന്യതയും നമ്മെ വല്ലാതെ നോവിക്കും. നമ്മോട് അത്രമേൽ അടുപ്പം പുലർത്തിയ ഒരാളുടെ വിടവാങ്ങൽ സങ്കടം കൊണ്ട് ചിലപ്പോൾ നമ്മെ സ്തബ്ധരാക്കും. വിടവാങ്ങിയ കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അസ്സബാഹിന്റെ ഓർമ്മകൾ. അതിൽ നീറുന്നവരിൽ മലയാളികളും നിരവധി. വർഷങ്ങളായി കുവൈത്ത് അമീറിനെ പരിചരിച്ച മലയാളി നഴ്സിംഗ് ജോലിക്കാർക്ക് പങ്കുവെക്കാനുള്ളതും വിങ്ങുന്ന ഓർമ്മകൾ തന്നെ. തങ്ങൾക്ക് താങ്ങും തണലുമായി നിലയുറപ്പിച്ച പ്രിയപ്പെട്ട അമീറിന്റെ സ്നേഹവാത്സല്യങ്ങളുടെ എഴുതാ കഥകൾ കൂടിയാണ് അത്. ഭയങ്കര ഒരു സ്നേഹസമ്പന്നനായിരുന്നു. കാരണം നമ്മളെല്ലാവരും കഴിച്ചില്ല, കൂടെയുള്ള എല്ലാവരും കഴിച്ചോ, അവർക്ക് സെപ്പറേറ്റ് ഡൈനിങ് ആണ്. ഇത് ജോഷി പൗലോസ്. കുവൈത്ത് അമീരി ആശുപത്രിയിൽ നഴ്സായി 2000-ലാണ് അങ്കമാലി സ്വദേശി ജോഷി പൗലോസ് കുവൈത്തിലെത്തുന്നത്. തുടക്കത്തിൽ വാർഡുകളിലായിരുന്നു ജോലി. അധികം വൈകാതെ ആശുപത്രിയിൽ VIP വാർഡിലേക്ക് മാറ്റം. ആതുരവഴിയിൽ ജീവിതത്തിലെ മറക്കാൻ വയ്യാത്ത അനുഭവ ലോകത്തേക്ക് കൂടിയായിരുന്നു ആ മാറ്റം. കുവൈത്ത് മുൻ അമീർമാരായിരുന്ന ഷെയ്ഖ് ജാബിർ, ഷെയ്ഖ് സബ എന്നിവരെ പരിചരിക്കാനുള്ള മഹാഭാഗ്യം കൂടിയാണ് അതിലൂടെ ലഭിച്ചത്. ആദ്യം ജൂസി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, പിന്നെ അവരുടെ ഒരു ബ്രദർ വിളിക്കുന്ന ഗോച്ചി എന്ന് വിളിക്കുന്ന കേട്ടിട്ട് പിന്നെ ഇതുവരെ മരിക്കുന്നവരെ ഗോച്ചി എന്നാണ് വിളിക്കുന്നത് എന്നെ. തികച്ചും ആകസ്മികമായാണ് 2016-ൽ കിരീടാവകാശിയുടെ മെഡിക്കൽ സംഘത്തിന്റെ ഭാഗമായി മാറാനുള്ള അവസരം. തുടർന്നുള്ള 3 വർഷങ്ങൾ അമീറിനൊപ്പം നിഴൽ പോലെ കൂടെയുണ്ടായിരുന്നു ജോഷി പൗലോസ്. സ്വന്തം ഉറ്റവരിൽ ആരോടോ ഉള്ള സ്നേഹസ്പർശവും കരുതലും അനുഭവിച്ചറിഞ്ഞ ആ നല്ല നാളുകൾ. പിതാവിന്റെ അസുഖവേളയിൽ കുവൈത്ത് അമീർ കാണിച്ച കാരുണ്യത്തിന്റെ ഉദാരത ഇന്നും മറന്നിട്ടില്ല ജോഷി. എൻ്റെ ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ വിഷമിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആദ്യം പറഞ്ഞു മിത്തൽ അബൂയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ അബൂയ, ഞാനുണ്ട്, നീ എന്തിനാ വിഷമിക്കുന്നത്, ഞാനുണ്ട്. അതെല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് വലിയൊരു അപ്രൈസലല്ലേ. അത്രയും വലിയൊരു മനുഷ്യൻ നമ്മളെക്കുറിച്ച് അങ്ങനെ പറയുക എന്ന് പറയുന്നത് എന്തൊരു വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഒരു പ്രവാസിക്ക് ലഭിക്കാവുന്ന കരുതലിന്റെ പാരമ്യം തന്നെയായിരുന്നു ആ നല്ല വാക്കുകൾ. സ്വന്തം പിതാവിന് നൽകാൻ കഴിയാത്ത പരിചരണം ഒടുവിൽ അമീറിന് നൽകാൻ സാധിച്ചതും ഒരു നിയോഗമാണെന്നുറപ്പിക്കുന്നു ജോഷി പൗലോസ്. ഫാദറൊക്കെ മരിച്ചതിന് ശേഷം എൻ്റെ മനസ്സിലൊരു റിഗ്രഷൻ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ആയിരുന്നുകൊണ്ട് എൻ്റെ ഫാദറിനെ നോക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു സ്നേഹം ഞാൻ മാക്സിമം കൊടുത്തു എന്നുള്ളതാണ്. ആ ഒരു ലാസ്റ്റ് മൊമെൻ്റ് വരെ കൂടെ നിന്നു, ടേക്ക് കെയർ ചെയ്തു. നമ്മുടെ ഒരു സ്വന്തം ഫാദറിനെ പോലെ പറഞ്ഞ മിത്തൽ അബു അല്ല, ഞാൻ നിൻ്റെ അബു തന്നെയാണ്, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതിന് ഞാൻ ഫുൾ ടൈം നോക്കിയിട്ടുണ്ട്. അതിന് ആ ജീവിതം എന്നും വലിയൊരു പാഠപുസ്തകം തന്നെയായിരുന്നു ജോഷിക്ക്. നിറഞ്ഞ കൃത്യനിഷ്ഠത, ശാന്തപ്രകൃതം, ലളിത ജീവിതം, എല്ലാവരോടും വിനയപൂർണമായ പെരുമാറ്റം. ഷെയ്ഖ് നവാഫ് ബാക്കിവെച്ച ജീവിത മാതൃകകൾ അങ്ങനെ പലതാണ്. വെറുതെയല്ല ഒരു കാരണവരുടെ വേർപാടിൽ കുവൈത്ത് ജനതയ്ക്കൊപ്പം പരദേശികളും ഉള്ളിൽ വല്ലാതെ വിങ്ങുന്നത്. രാജ്യഭരണാധിപൻ എന്നതിനപ്പുറം എല്ലാവരെയും ഹൃദയപൂർവ്വം ചേർത്തു നിർത്തിയ വലിയൊരു വടവൃക്ഷമായി നിലയുറപ്പിക്കുകയായിരുന്നു ഷെയ്ഖ് നവാഫ്. വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റും വരെ പ്രായത്തെ മറികടക്കുന്ന അമീറിന്റെ ഊർജ്ജസ്വലത അടുത്തുനിന്ന് നോക്കിക്കണ്ടവരിൽ ഒരാളാണ് ജോഷി പൗലോസ്. പലർക്കും ഒരു ഭരണാധികാരിയുടെ വിടവാങ്ങൽ മാത്രമായിരിക്കും ഇത്. എന്നാൽ കുടുംബത്തിലെ തന്നെ പ്രിയപ്പെട്ട ഒരാളുടെ വേർപാടിന്റെ ആഘാതമാണ് ജോഷിയെപ്പോലുള്ളവർ അനുഭവിക്കുന്നത്. അത്രയേറെ തങ്ങളുടെ ജീവിതത്തിന്റെ സ്നേഹവും കരുതലും നിറച്ച നല്ലൊരു കാരണവരുടെ വിയോഗം. ജോഷിക്കൊപ്പം അമീരി ആശുപത്രിയിൽ നഴ്സായ ഭാര്യ ജൂലി പൗലോസിനും ഷെയ്ഖ് നവാഫ് അമീർ എന്നതിനപ്പുറം വേണ്ടപ്പെട്ട മറ്റാരൊക്കെയോ ആയിരുന്നു. ഞാൻ പറയും, എന്നാലും വലിപ്പച്ചൻ പറ്റിച്ചിട്ട് പോയിലോടി എന്ന് പറയും. വൈഫിനോട് ഞാൻ പറയും, വലിപ്പച്ചൻ പറ്റിച്ചിട്ട് പോയിലോടി,
ഭയങ്കര ശൂന്യത തോന്നുന്നു എന്ന് പറയും. ആ 24 മണിക്കൂർ ഈ ദിവസങ്ങളിലെല്ലാം ഈ 18 ദിവസം ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് നീ പോയി കിടന്നുറങ്ങ് ജോഷി എന്ന് പറഞ്ഞു. അവിടുത്തെ കോബ്രദർ ഡോക്ടർ ഷെയ്ഖ് മുബാറക്ക് എല്ലാവരും എന്നോട് പറഞ്ഞു, ഇന്ന് പോയി നല്ലപോലെ കിടന്നുറങ്ങും, ഒന്നിനും കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിവിടെ വന്നിട്ട് 6:30 ഞാൻ കിടന്നിട്ട് 9 മണിക്ക് ഞാൻ എണീറ്റിട്ട് എനിക്ക് പിന്നെ ഉറക്കമില്ല. ജോഷിക്ക് മാത്രമല്ല, അമീറിന്റെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന അടൂർ സ്വദേശി ബസന്തിനും ആ വിയോഗം ഉൾക്കൊള്ളാനാകുന്നില്ല. 2006 മുതൽ ഫർവാനി ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റാണ് ബസന്ത്. 2020 മുതൽ അമീറിന്റെ ഫിസിക്കൽ എക്സസൈസ് കാര്യങ്ങളുടെ ചുമതല ബസന്തിനായിരുന്നു. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഈ ഫിസിക്കൽ ഫിറ്റ്നസ്സും റെസ്പിറേറ്ററി ഫിറ്റ്നസ്സിന് വേണ്ടിയാണ് എന്നെ അസൈൻ ചെയ്തിരുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി ടൈം ചിലവഴിക്കണം, എനിക്കത് മസ്റ്റാണ്. അതെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, വല്ല അടുക്കും ചിട്ടയുള്ളതെന്ന് പറഞ്ഞാൽ ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 12 മണി പാലസ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്ക് 12 തൊട്ട് 1 മണി വരെ ഈ ഫിസിക്കൽ തെറപ്പിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കും, എക്സസൈസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കും. അത് വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ആ റോയൽ കോസ്റ്റ്യൂം ഇതുമെല്ലാം മാറ്റി എക്സസൈസിനുള്ള കോസ്റ്റ്യൂം അവിടെ വന്നിരിക്കും. അത് ഒരു ദിവസം പോലും ഇന്ന് വേണ്ട നാളത്തേക്ക് മാറ്റാന്ന് ഒരു ദിവസം പോലും പറഞ്ഞിട്ടില്ല. ആദ്യം 1 മണിക്കൂർ, പിന്നീട് രാവിലെയും വൈകുന്നേരവും എന്ന നിലയിലേക്ക് വ്യായാമ സമയം മാറി. ഒരിക്കലും യാതൊരു മുഷിപ്പും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. എന്നും ഉത്സാഹവാനായിരുന്നു കുവൈത്തിന്റെ പ്രിയപ്പെട്ട അമീർ എന്ന ബസന്ത്. ചിട്ടയായ വ്യായാമം, മുടങ്ങാത്ത ദിനചര്യകൾ. അമീറിനൊപ്പം വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കാനും ബസന്തിന് അവസരം ലഭിച്ചു. ബസന്തിന്റെ ഭാര്യ ഡയാനയും കുവൈത്തിലുണ്ട്.